ഹായ് ഗൈസ്, ഇന്നലെ ഞാൻ ദുരന്തർ 2 മൂവി കണ്ടു. സൂപ്പർ മൂവി. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോ ഈ കൊല്ലം ഞാൻ 2026 കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മൂവികളിൽ ഒന്നാണ് ദുരന്തർ 2. അതിൻ്റെ അകത്ത് രൺബീർ ആയിക്കോട്ടെ, എനിക്ക് ഇന്നത്തെ എനിക്ക് മൂവിനെക്കാട്ടും കൂടുതൽ സ്റ്റോറി ആയിക്കോട്ടെ, വിഷ്വൽ എഫക്ട്സിനെക്കാട്ടും ബാക്കി എല്ലാത്തിനും സിനിമോട്ടോഗ്രാഫി എല്ലാത്തിനും മേക്കിങ്ങിനെക്കാട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിനെയും ക്രിയേറ്റിവിറ്റിയും റിയാലിറ്റിയും മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു പ്രത്യേകത, ഒരു പരിവ് അവിയൽ പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ കാണാൻ നമ്മൾ കണ്ടും മീൻസ് നമ്മൾ പേപ്പറിലും ന്യൂസിലും കണ്ട പല ഇൻസിഡൻസും ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ കാണുന്നതുകൊണ്ട് ഇതിനകത്ത് ഒരു 10 എന്ന് പറഞ്ഞിട്ട് 1% പോലും നിങ്ങൾക്ക് ടിക്കറ്റിന്റെ പൈസ നഷ്ടം വരില്ല. അത്രയും നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇറങ്ങിയതിൽ 3 മണിക്കൂർ, ഏകദേശം 4 മണിക്കൂറിനടുത്ത് വരുന്ന ഈ സിനിമ രൺബീർ സിംഗ് പിന്നെ സഞ്ജിതത്തിന്റെ റോള് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ മറ്റെന്താ പറയണ്ട ഉള്ളിൽ ഇതില്ലേ എന്നാ അവരുടെ നമ്മള് ഫസ്റ്റ് പാർട്ടില് കുറച്ച് പോസിറ്റീവാന്ന് വിചാരിച്ച ക്യാരക്ടറും അത്ര നല്ലതല്ല എന്ന് സഞ്ജിതത്തിന്റെ റോൾ ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവൂദ് ഇബ്രാഹിമിനെ മെൻഷൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോ അതാണ്. പിന്നെ ക്ലൈമാക്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സും കൂടെ ഉണ്ട്. അപ്പോ ഐ സജസ്റ്റ് യു പീപ്പിൾ വാച്ച് ലൈക്ക് പിന്നെ ഇതിന്റെ അകത്ത് മേക്കിംഗ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ലൈക്ക് എനിക്ക് എഡിറ്റിംഗ് സംതിങ് എല്ലാത്തിനാണ്, ടൈം ലൈൻസ് എവറിത്തിങ്. ഇതിനകത്ത് രൺബീർ സിംഗ് കലക്കി മറച്ചിട്ട് ആർത്തടിയാണ്. ഫസ്റ്റ് പാർട്ടിൽ പക്ഷേ ഖന്നയുടെ എന്ന് പറഞ്ഞ ഡ്യുവൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു മൾട്ടി സ്റ്റാർ പടം പോലെയാണെങ്കിൽ ഇത് ഒരു സോളോ ആണ്. രൺബീർ സിംഗ് കലക്കി അടിച്ചു ഒതുക്കി കഴിഞ്ഞ് തിയേറ്റർ മുഴുവൻ. പിന്നെ പാട്ട്, മ്യൂസിക് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലാത്ത റിപ്ലൈ ഉണ്ടല്ലോ. പിന്നെ ഇതിപ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ മീഡിയ 1 പോലത്തെ ചാനലുകൾ 3 മണ്ടന്മാർ ഇരുന്നിട്ട് ചിലപ്പോൾ പറയാൻ തുടങ്ങും പ്രൊപ്പഗണ്ട ഫിലിമാണ് BJP. പിന്നെ അതിനകത്ത് നോട്ട് നിരോധനവും കാര്യങ്ങളും എല്ലാം അതാ പറഞ്ഞ റിയലിസ്റ്റിക് ഈവന്റും പിന്നെ ക്രിയേറ്റിവിറ്റി, ഓഫ് കോഴ്സ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. പക്ഷെങ്കിൽ അതിനകത്ത് എനിക്ക് തിരിയാട്ടെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും, പല ടെററിസ്റ്റും, മുംബൈ അറ്റാക്ക് ഉൾപ്പെടെയുള്ളതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പല ടെററിസ്റ്റും മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈം ലൈനെല്ലാം വെച്ച് കറക്റ്റായിട്ട് ഇതിന്റെ അകത്ത് അവര് മരിക്കുന്ന സീനും ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് ഞാൻ എന്തോ സംവിധായകൻ നേരിട്ട് കണ്ടതുപോലെയാണ് അവൻ അതിന്റെ അകത്ത് എന്താ പറയണ്ട പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങൾ ഓഫ് കോഴ്സ് ലൈക്ക് മിസ് ചെയ്യാൻ പാടില്ല. അതിനൊരു ബിഗ് സസ്പെൻസ് ഉണ്ട് അവസാനം. പിന്നെ സംഗീതത്തിന്റെ അഭിനയം നന്നായിട്ടുണ്ടായിരുന്നു. അർജുൻ രാംപാൽ സൂപ്പർ ആയിരുന്നു. പിന്നെ മാധവൻ പറയണ്ട, നമ്മൾ അജിത് ഡോവലിന്റെ അജയ് സന്യാൽ സംതിങ് അങ്ങനെയാണല്ലോ അതിനകത്ത് നെയിം മെൻഷൻ. പിന്നെ അത്തിക് അഹമ്മദിനെ എല്ലാം കാണിച്ചിട്ടുണ്ട്. അത് തന്നെ ഫുള്ള്. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ട്. ഒരു 2 പാർട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന്റെ ഫ്ലോ കറക്റ്റായിട്ട് എനിക്ക് ഇതിന് മുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 പാർട്ടും എനിക്ക് നന്നായിട്ട് തോന്നിയ മീൻസ് ഒരു സീക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് KGF 2, ബാഹുബലി 2, ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുരന്തർ 1 and 2. എനിക്ക് ദുരന്തർ 1ന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവർ അധികം ഡിലേ ചെയ്യിക്കാണ്ട് തന്നെ അവർ സെക്കൻഡ് ഇറക്കിയതിൽ ആദിത്യധർ എന്ന സംവിധായകനോട് എന്നാ പറയണ്ടേ ഒരു പ്രത്യേക ഒരു റെസ്പെക്റ്റും ഉണ്ട്, ഒരു പ്രൊഫഷണലിസം അവൻ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ മീൻസ് എന്നാ പറഞ്ഞ കൊല്ലങ്ങൾ എടുത്ത് സെക്കൻഡ് പാർട്ട് എടുക്കുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജനഗണമന എത്ര കാലമായി സെക്കൻഡ് പാർട്ട്, ആ ഫസ്റ്റ് പാർട്ടിൽ മൊത്തം സെക്കൻഡ് പാർട്ടാണ് കാണിക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്റെ സെക്കൻഡ് പാർട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുപോലെ ഒന്നല്ലാണ്ട് കറക്റ്റ് ഫ്ലോയിൽ തന്നെ ഒരു കഥ അങ്ങ് പറഞ്ഞു തീർത്ത്, ഒരു 6 മാസം കൊണ്ട് ഒരു കഥ മുഴുവൻ, 6 മാസമില്ല 5 മാസം കൊണ്ട് ഒരു കഥ മുഴുവൻ പറഞ്ഞു തീർത്ത ഒരു ഡയറക്ടർ. ഫാബുലസ് ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ മൂവിയിലും ഉള്ളതുപോലെ തന്നെ വയലൻസ് ഉണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെങ്കിൽ KGFന്റെ അത്ര എനിക്ക് വയലൻസ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ KGFലെ വയലൻസും ഫൈറ്റ് സീനും ഡിഫറെന്റ് ആണ്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. റിയാലിറ്റിയിൽ നടന്ന കാര്യങ്ങൾ, റിയൽ ഇൻസിഡൻസും പിന്നെ ക്രിയേറ്റിവിറ്റിയും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മൂവീസ് ഇല്ലേ. അതിപ്പോ എക്സാമ്പിൾ നമ്മളിപ്പോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള കുറുപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയും നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും ഉണ്ടായിരുന്നെങ്കിൽ കുറുപ്പ് നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ 1000 കോടി മൂവി ആയിട്ടുണ്ടാവുകയും. പക്ഷേ അത് ദുൽഖർ സൽമാൻ എന്ത് പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഹി കുഡിന്റ് ഏബിൾ ടു ഡു ദാറ്റ്.
പിന്നെ ഉള്ളത് KGF റിയാലിറ്റിയും മീൻസ് അതിന്റെ അകത്ത് ഇന്ദിരാഗാന്ധിനെയെല്ലാം റീമിക സെൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ദിരാഗാന്ധിനെ പോലെയെല്ലാം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എടുത്തത്. ദാറ്റ് ഈസ് ഓൾസോ. അപ്പോ അത് പക്ഷെ അധികം റിയാലിറ്റി ഇല്ല. പക്ഷെ ഇതും ദുരന്തർ ഈസ് ലൈക്ക്. അപ്പോ എല്ലാവരും കാണുക. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും, ലൈവ് ഇൻസിഡൻസ് നടന്നതിനെ പറ്റിയിട്ടും അതിന്റെയും ഈ സിനിമയിൽ മീൻസ് ലൈക്ക് എത്രത്തോളം ഈ ഫാക്ട് ചെക്ക് ഉണ്ടാവില്ലേ, മൂവിയും ഫാക്ട് ചെക്ക്. അപ്പൊ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം, നമുക്ക് നോക്കാം. പല അവൈലബിൾ ഡീറ്റെയിൽസ് എന്താ പറയുക ഗൂഗിളിലും മറ്റേ ന്യൂസ് എഡിഷൻസിലുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം മീൻസ് ഹൗ മച്ച് പെർസെന്റേജ് ഓഫ് ഫാക്ട് ഇൻ ദിസ് മൂവി നമുക്ക് നോക്കാം. അപ്പോ ഇതേതായാലും നിങ്ങൾ എല്ലാവരും പോയി കാണാൻ. ഇന്നലെ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു പൈസ നഷ്ടം വരില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോ പ്രൊപ്പഗണ്ട എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും, ഓഫ് കോഴ്സ്. ലൈക്ക് അത് അവരുടെ ഇത് മീൻസ് അവരുടെ ഇഷ്ടം, നമുക്കൊന്നും അതിനകത്തൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും കാണണം. കാരണം അത്രയും നല്ല ഇതൊരു 2000 കോടി അടിക്കാൻ പോകുന്ന മൂവിയാന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1300 മറ്റേത് അടിച്ച സ്ഥിതിക്ക് ഇതിനകത്ത് 4 ലാംഗ്വേജിലും കൂടി ഇറക്കിയിട്ടുണ്ട്. അപ്പോ അത് ഉണ്ടാവും. സൗത്തിലും ഇതിന് അത്യാവശ്യം ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. നോർത്തിൽ ഓൾറെഡി ഇതിനുള്ളതാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് 2000 ക്രോസ് ബാഹുബലി അല്ല, ദംഗലിന് ശേഷം രണ്ടാമത് 2000 ക്രോസ് കവർ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ബൈ ഗൈസ്.